ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ചമ്മന്തിപ്പൊടി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുത്തു. എല്ലാം ഒരുപോലെ റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. 20 ചുവന്നുള്ളിയാണ്, അത് 2ആയിട്ട് കട്ട് ചെയ്തതാണ്. ഇഞ്ചി ഈ സൈസിൽ കട്ട് ചെയ്തെടുത്തത്. വറ്റൽമുളക്, കുരുമുളകും വറ്റൽമുളകും എരിവിനാവശ്യത്തിനായതാണ്. നെല്ലിക്ക വലിപ്പത്തിലെ വാളംപുളി, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, നാരകത്തിൻ്റെ ഇലയാണ് 2 എണ്ണം, കറിവേപ്പില, ഉപ്പ് പാകത്തിന്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഉരുളി ഒന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി തേങ്ങ ഇട്ട് കൊടുക്കാം. ചൂട് ചോറിനൊപ്പവും ദോശയ്ക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ചമ്മന്തിപ്പൊടിയാണ്. ഇഷ്ടമായാൽ എന്താണേലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക്, ചുവന്നുള്ളി, കുരുമുളക്, ഇഞ്ചി, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില എത്ര വേണേലും ഇടാം, അത്രയും ടേസ്റ്റ് കൂടും. നാരകത്തിൻ്റെ ഇല ഇടുന്നത് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നല്ലൊരു മണവും ഒക്കെ വരും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒന്ന് കൈ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആദ്യം നമുക്ക് ഇളക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. മൂക്കാൻ പാകമായി കഴിയുമ്പോഴത്തേക്ക് നല്ല സ്മൂത്തായിട്ട് ഇളക്കാൻ പറ്റും. ഏകദേശം മൂക്കാറായി വരുന്നുണ്ട്. ഡാർക്ക് ബ്രൗൺ ആകുന്നിടം വരെ നമ്മൾ മൂപ്പിക്കരുത്. പുളി ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആണ് ശരിക്കും ചമ്മന്തിപ്പൊടിയുടെ ഒരു പാകമെന്ന് പറയുന്നത്. നന്നായിട്ട് എല്ലാ സൈഡും നമ്മൾ ഒരേപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയുടെ ടേസ്റ്റ് തന്നെ കരിഞ്ഞു പോയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചമ്മന്തിപ്പൊടി പാകമായി വരാറായിട്ടുണ്ട്. ഇനി ഇത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ ബാക്കി വെച്ചിരുന്ന ആ മല്ലിപ്പൊടി തന്നെയാണ് വീണ്ടും ചേർക്കുന്നത്. ഉപ്പ് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്.
മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് 1 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ എല്ലാം പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബേസിനിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഉരുളിയിലിരുന്ന് ഇത് കരിഞ്ഞു പോകും. ബേസിനിൽ നമുക്കൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്കിതിൻ്റെ ചൂടാറി കിട്ടും. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഫസ്റ്റ് ട്രിപ്പ് പൊടിച്ച് കിട്ടി. അടുത്ത സെക്ഷൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാം പൊടിച്ചെടുത്തൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചമ്മന്തിപ്പൊടിയാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.